ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വെട്ട് കേക്കാണ്. എല്ലാവർക്കും തന്നെ ഒരുപാട് ഇഷ്ടമുള്ള ഒന്നാണ് വെട്ട് കേക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 3 മുട്ടയ്ക്കാണ് വെട്ട് കേക്ക് തയ്യാറാക്കുന്നത്. അതിന് 300 ഗ്രാം പഞ്ചസാര, 6 ഏലയ്ക്ക, 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1 ടേബിൾ സ്പൂൺ പാല്, 3 ടീസ്പൂൺ നെയ്യ്, 1/2 കിലോ മൈദ, ഇത്രയുമാണ് എടുത്തേക്കുന്നത്. ആദ്യം തന്നെ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഏലക്കയും ഒന്ന് പൊടിച്ചെടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി 3 മുട്ടയൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഇതിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ പാലും 3 ടീസ്പൂൺ നെയ്യും 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടിയും ചേർത്തിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം. ഇതൊരു പരന്ന പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച മൈദ ചേർത്ത് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ മൈദയുടെ അളവ് ചിലപ്പോൾ കുറച്ചും കൂടി കൂടുതൽ വേണ്ടി വരും. അത് ആവശ്യമുണ്ടെങ്കിൽ അന്നേരം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓരോ മുട്ടയുടെ വലിപ്പ വ്യത്യാസം അനുസരിച്ച് മൈദ ചേർക്കുന്ന അളവിൽ വ്യത്യാസം വരാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കുറേശ്ശെ വീതം മുട്ടയുമായി യോജിപ്പിച്ച് വേണം കൂട്ടിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ മുഴുവനും നമ്മൾ കൂട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടിയെടുത്തപ്പോൾ കുറച്ച് അയവിലാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ മൈദ വീതം ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ എത്ര മൈദ ചേർത്തു എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. ഇപ്പോൾ ഇവിടെ നമ്മൾ പാകത്തിനൊന്ന് കൂട്ടിയെടുത്തിട്ടുണ്ട്. ഞാൻ 8 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്താണിത് യോജിപ്പിച്ചെടുത്തേക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് കുഴച്ച് മയപ്പെടുത്തി എടുക്കണം. അപ്പോൾ കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടി ഒരല്പം നെയ്യൊന്ന് നമുക്ക് കൈയിൽ തടവിയതിന് ശേഷം ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ കുഴച്ചെടുക്കുന്നത് നമ്മൾ 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇപ്പോൾ ഇവിടെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം പാത്രത്തിൽ അല്പം നെയ്യ് പുരട്ടിയതിന് ശേഷം ഈ പാത്രത്തിൽ തന്നെ നമുക്ക് കൈ വെച്ചൊന്ന് നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഈ ഒരു കനത്തിലാണ് പരത്തി എടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് നീളത്തിൽ ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇപ്പം ഇവിടെ മുഴുവനും നമ്മളിതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് ഇതുപോലെ ഒന്ന് ചെരിച്ച് ഡയമണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തതിൽ നിന്നും ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ ഒരു വശത്ത് നമ്മുടെ കത്തിയുടെ അറ്റം കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്ത് വെക്കാം. മുഴുവനും ഇവിടെ നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് കുറേശ്ശെ വീതം നമുക്ക് ഇട്ട് കൊടുക്കാം. കേക്ക് ഇട്ട് ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. ഇനി നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. എങ്കിലേ അതിൻ്റെ ഉൾഭാഗം നമുക്ക് പാകത്തിന് വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കി എല്ലാ ഭാഗവും കറക്റ്റായിട്ട് വെന്ത് കിട്ടുന്ന പോലെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. കോരി നമ്മൾ വെച്ച് കഴിഞ്ഞാലും കുറച്ചും കൂടി സമയം ഇരിക്കുമ്പോൾ ഇതൊന്നും കൂടി മുറുകി വരും. അപ്പോൾ അത് കണക്കാക്കി വേണം നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാനായിട്ട്. അതല്ലാതെ നന്നായിട്ട് മുറുകിയതിന് ശേഷം കോരി എടുത്തു കഴിഞ്ഞാൽ പുറത്തെടുത്ത് വെച്ച് കഴിയുമ്പോൾ അതൊന്നും കൂടി മുറുകിയിട്ട് കേക്ക് കുറച്ച് ഹാർഡായി പോകും. അപ്പോൾ നമ്മൾ കോരിയെടുക്കുമ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കണം. ഈ ഒരു കളറാകുമ്പോൾ തന്നെ കോരിയെടുക്കണം. ഇതുപോലെ നമുക്ക് മുഴുവനും ഒന്ന് പൊരിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ വെട്ടുകേക്ക് മുഴുവനും നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം വളരെ സ്വാദിഷ്ടമായ ഈ ഒരു വെട്ടുകേക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ പറയണം. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. ഇൻഷാ അല്ലാഹ് പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.